ഡാലസ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഇന്ന് നെതർലാൻഡിൻ്റെയും ജപ്പാൻ്റെയും കളി എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാഫ് ടൈം വരെ ഇരു ടീമുകളും ഗോളുകളൊന്നും നേടിയില്ല. പക്ഷേ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നെതർലാൻഡ് നല്ല പോലെ ശ്രമിച്ചിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ മുന്നേറാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഗോളുകളൊന്നും നേടാൻ പറ്റില്ല. എന്നാൽ ഹാഫ് ടൈമിന് ശേഷം ഇരു ടീമുകളും മാറി മാറി ഗോളിട്ട് ആ മൊത്തം കളി തന്നെ മാറ്റിയാണ് മറിച്ചു എന്ന് പറയാം. ജപ്പാന്റെ പൊക്കം കമ്മി അവർക്കൊരു ഭീഷണിയായി മാറിയെങ്കിലും അതെല്ലാം തരണം ചെയ്ത് അവർ നെതർലാൻഡിൻ്റെ പിന്നാലെ കട്ടക്ക് നിന്നിട്ടാണ് പോരാടിയത്. അത് പറയാതെ പറ്റില്ല. കാരണം ഒരു ഹെഡ് ഗോൾ പോലും അവർക്ക് നേരാവണ്ണം എടുക്കാൻ പറ്റുന്നില്ല ജപ്പാന്. അതെല്ലാം തരണം ചെയ്തിട്ടാണ് അവരോട് കട്ടക്ക് അവർ നിന്നത്. നെതർലാൻഡിന് വേണ്ടി വെർജിൽ വാനിക്കും ക്രിസൻസോയും ഓരോരോ ഗോളുകൾ നേടിയപ്പോൾ ജപ്പാന് വേണ്ടി ഗോളുകൾ നേടിയത് നക്കാമുറയും കമാൻഡോയുമാണ്. കമാൻഡോയുടെ 89-ാം മിനിറ്റിൽ ആ ഗോൾ ഉണ്ടല്ലോ, അത് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ഗോളാണ്. ആരും പ്രതീക്ഷിക്കാത്ത ഗോള്. ആ കളി മൊത്തത്തിൽ ചേഞ്ചായി ജപ്പാൻ്റെ കൂടെ നിർത്തിയത് ആ ഒറ്റ ഗോള് കാരണമാണ്. 89-ാമത്തെ മിനിറ്റുള്ള ഗോള്.